ചില സമയത്ത് വാർണിംഗ് തരും. ഡോണ്ട് ടേൺ ദാറ്റ് സൈഡ്, ഡോണ്ട് സ്പീക്ക് ടു ദാറ്റ് പേഴ്സൺ, കട്ട് ദാറ്റ് റിലേഷൻഷിപ്പ്. പരിശുദ്ധാത്മാവ് അകത്ത് ഇങ്ങനെ വാർണിംഗ് തരും. അതുപോലെ റീഡയറക്റ്റ് ചെയ്യും. ആ വഴിക്കല്ല മോനെ പോകേണ്ടത്, ഈ വഴിക്കാണ്. അകത്ത് സംസാരിക്കും. ഹൃദയത്തിനകത്ത് ഉൾപ്രേരണ പോലെ ഒക്കെയാണ് പരിശുദ്ധാത്മാവ് നിയോഗങ്ങളും ഒക്കെ തരുന്നത്. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. വീണ്ടും എല്ലാ ബ്ലെസ്സിങ് ടുഡേ കുടുംബാംഗങ്ങളെയും ഈ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓരോ ദിവസവും നിങ്ങളെ വെൽക്കം ചെയ്യാനുള്ള ആ ഒരു പ്രിവിലേജ് ഞങ്ങൾക്കുണ്ട്. ഓരോ ദിവസവും നമ്മൾ ഒരുമിച്ച് വചനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ സ്കൂളിലൊക്കെ ആകുമ്പോൾ ഓരോ ദിവസവും നമ്മൾ ക്ലാസ്സിൽ വരും. പഠിക്കുന്ന വ്യക്തികളുമായിട്ട്, നമ്മുടെ കൂടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിട്ട് നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും, പല ബന്ധങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെയാണ് മോർണിംഗ് ഗ്ലോറിയിൽ വചനം പഠിക്കുന്നത്. നമ്മളെല്ലാം ഓൺലൈനിലൂടെയാണ് ജോയിൻ ചെയ്യുന്നതെന്ന് അറിയാം. എന്നാലും ഒരു ബന്ധം, ഒരു ആത്മിക ബന്ധം പരസ്പരം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അങ്ങനത്തെ ഒരു ബോധ്യമുള്ള വ്യക്തികൾ ചേർന്ന് ആമേൻ പറഞ്ഞാലും നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡ് സാധ്യമാക്കിയ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഓർപ്പിക്കട്ടെ, നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ അയച്ചിട്ടില്ലെങ്കിൽ, മോർണിംഗ് ഗ്ലോറി നിങ്ങൾക്കൊരു അനുഗ്രഹമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 1 മിനിറ്റിൻ്റെ അടിയിലുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ മെസ്സേജ് ഞങ്ങളുടെ ബ്ലെസ്സിങ് ടുഡേ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക. ഒത്തിരി പേര് അയച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഒരു അനുഗ്രഹമായിക്കൊണ്ടിരിക്കുന്നു. സോ ഞങ്ങൾക്കും ഒരു എൻകറേജ്മെൻ്റ് ആണ്. അതിനുശേഷം അടുത്തത് എന്ത് മോർണിംഗ് ഗ്ലോറിയിൽ ചെയ്യണം എന്ന് ഉള്ള പല കാര്യങ്ങൾക്കുമുള്ള സജഷൻസ് പലരും അയച്ചുകൊണ്ടിരിക്കുന്നു. സോ വി ആർ സോ എക്സൈറ്റഡ് ടു ഹിയർ ഫ്രം യു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സജഷൻസ് ആൻഡ് യുവർ ടെസ്റ്റിമോണീസ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്നത്തെ ഒരു കോ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം. എറണാകുളത്ത് നിന്നുള്ളൊരു വെൽവിഷറാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ വ്യക്തി ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലെ എല്ലാ ബ്ലെസ്സിങ് ടുഡേ ചർച്ചുകളും എല്ലാ സെൻറ്റേഴ്സും ഉണർവിലായി തീരുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഉണർവിൻ്റെ ആ ഒരു അഗ്നി വർദ്ധിക്കട്ടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകന്മാരിലും കർത്താവെ, അവരുടെ ഭാര്യമാരിലും കർത്താവ്, മക്കളിലും അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ ശക്തമായി അങ്ങ് ഉപയോഗിക്കണമേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും ചേർന്ന് ആമേൻ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്നു ബ്ലെസ്സിങ് ടുഡേ സഭകളിൽ ഈ ദിവസങ്ങളിൽ ഉണർവ് വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ഞായറാഴ്ച നടക്കുന്ന സൺഡേ ആരാധനയിലേക്ക് വീണ്ടും ഞാൻ വെൽക്കം ചെയ്യുന്നു. കർത്താവ് ഈ സൺഡേ ശക്തമായി ചലിക്കാൻ പോകുകയാണ്. ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങളുടെ വെബ്സൈറ്റിലുണ്ട്. സ്ക്രീനിലൊക്കെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആർ യു റെഡി? ഇന്ന് ജൂലൈ 8 ബുധൻ. നിങ്ങളുടെ ഡിവോഷൻ ഡയറിയിൽ ആ പേജ് തുറന്നാൽ, ഈ റിബൺ ഉപയോഗിക്കുക, പേജ് തുറന്നാൽ അവിടുത്തെ ഫോക്കസ് വേർഡ് നോക്കുക. ഗൈഡൻസ്, മാർഗനിർദ്ദേശം, വഴികാട്ടൽ. ഇപ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, ലൈവായോ റീപ്ലേ ആയോ, ഏത് നേരത്തോ ഏത് ദിവസമോ ഏത് ലോകത്തിൻ്റെ ഏത് മൂലയിൽ നിന്ന് കാണുകയാണെങ്കിലും ടൈപ്പ് ചെയ്യുക കമൻറ്റ് സെക്ഷനിൽ ഗൈഡൻസ്. എന്നിട്ടേ ഇനി മുന്നോട്ട് പോകാവൂ. ഗൈഡൻസ് അഥവാ മാർഗനിർദ്ദേശം, വഴികാട്ടൽ, അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാം. യോഹന്നാൻ 16:13 ഇന്നത്തെ ഫോക്കസ് വേഴ്സ്. യോഹന്നാൻ്റെ സുവിശേഷം 16:13. John 16 and verse number 13. When he, the Spirit of truth, comes, he will guide you into all the truth. Wow! എന്നാൽ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. വഴികാട്ടാൻ ഒരാൾ ഇതാ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്നു. വിരോധമില്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്ത് കൈകളുയർത്തി പരിശുദ്ധാത്മാവിന് നന്ദി പറയാം. ഡെക്ലറേഷൻ നോക്കുക. ദ ഹോളി സ്പിരിറ്റ് ഗൈഡ്സ് മൈ സ്റ്റെപ്സ് ആൻഡ് ഡിസിഷൻസ് ടുഡേ. ഇന്ന് എൻ്റെ ചുവടുകളെയും എൻ്റെ തീരുമാനങ്ങളെയും പരിശുദ്ധാത്മാവ് നയിക്കുന്നു. ഐ വാക്ക് ആക്യുറേറ്റ്ലി ഇൻ ഹിസ് വിൽ. തൻ്റെ ഇഷ്ടപ്രകാരം കൃത്യതയോടെ ഞാൻ ഇന്ന് നടക്കുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ അതേ പേജിൽ തന്നെ ഉണ്ട്. അത് വായിച്ച ശേഷം ആ ബോക്സിനകത്ത് നിങ്ങൾ ശരി അടയാളമിടുക. ഗൈഡൻസ് ആണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. എല്ലാവരും ഒന്ന് പറഞ്ഞ് ഗൈഡൻസ്. മാർഗനിർദ്ദേശം, വഴികാട്ടൽ,
അതിൽ 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ദ ഹോളി സ്പിരിറ്റ് ഈസ് എ ഗൈഡ്, നോട്ട് മിയർലി എ ഹെൽപ്പർ. പരിശുദ്ധാത്മാവ് ഒരു സഹായകൻ മാത്രമല്ല, ഒരു വഴികാട്ടി കൂടിയാണ്. പരിശുദ്ധാത്മാവ് സഹായകനാണ്. ദ ഹോളി സ്പിരിറ്റ് ഈസ് ദ ഹെൽപ്പർ, പാരാക്ലീറ്റോസ്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് സഹായകനാണ്. എന്നാൽ അതിനപ്പുറത്തും ഒരു റോളുണ്ട്. വഴികാട്ടുന്നവൻ, മാർഗനിർദ്ദേശി. ജീസസ് ഡിഡ് നോട്ട് സേ ദ സ്പിരിറ്റ് വുഡ് മിയർലി കംഫർട്ട് us. പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഹീസ് ദ കംഫർട്ടർ. ഹീസ് ദ കംഫർട്ടർ. ആശ്വാസമില്ലാത്ത ആരെങ്കിലും, ഭയങ്കര ഒരു വേവലാതിയും വെപ്രാളവും ആധിയും ഒക്കെ ആയിട്ട്, ആശങ്ക ഒക്കെ ആയിട്ട് ആരെങ്കിലും ഇത് കാണുന്നുണ്ടോ? വറി, സ്ട്രെസ്, ആൻസൈറ്റി, ഇതൊക്കെ ഉള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അങ്ങ് ആശ്വസിപ്പിക്കും. ഈ നെരിപ്പോടുപോലെ ഇങ്ങനെ അകത്ത് കത്തുകയും നീറുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വിഷമങ്ങൾ കൊണ്ട് ജീവിതം ഓർക്കുമ്പോൾ, ഭാവി ഓർക്കുമ്പോൾ ഇങ്ങനെ ആധി വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവിന്, പരിശുദ്ധാത്മാവിന് നിങ്ങളെ ഇന്ന് ആശ്വസിപ്പിക്കാൻ കഴിയും. ഹി സെഡ് ഹി വുഡ് ഗൈഡ് us. ഇനി ഒന്ന് ആശ്വസിപ്പിച്ച് താലോലിച്ച് ഉറക്കടത്തി ഉറക്കുക മാത്രമല്ല, മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വഴികാട്ടും. ഈ ഗൈഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞ ഗൈഡ് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ നേരത്ത് നമ്മൾ വയ്ക്കുന്ന ടെക്സ്റ്റ് ബുക്കും ഗൈഡും അതല്ല. ഗൈഡിൻ്റെ അർത്ഥം അത് തന്നെ, ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് പഠിക്കാനുള്ളൊരു വഴികാട്ടിയാണത്. എന്നാൽ എ ഗൈഡ്, റിയൽ ഗൈഡ് ഷോസ് ദ ഡെസ്റ്റിനേഷൻ. നമ്മൾ പുറത്തേതെങ്കിലും ഒരു രാജ്യത്ത് പോകുമ്പോൾ ടൂർ ഓപ്പറേറ്റേഴ്സ് ഒരു ഗൈഡിനെ വയ്ക്കും. ചിലപ്പോൾ ഫോറസ്റ്റിലൊക്കെ കാണാൻ പോകുന്നവർ, ഇതുപോലെ പോകുന്നവർക്കെല്ലാം ഒരു ഗൈഡിനെ വെച്ചാൽ ദ ഗൈഡ് ഷോസ് ദ ഡെസ്റ്റിനേഷൻ. ഈ വഴികാട്ടിയായി ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്ക് ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാൻ അറിയാം. കൂടാതെ ലക്ഷ്യത്തിലെത്താനുള്ള പാത അറിയാം. ഏത് റൂട്ടിൽ പോയാൽ അവിടെ എത്തും. കാരണം സ്ഥിരം യാത്ര ചെയ്യുന്നതുകൊണ്ട് പരിചയമുണ്ട്. മാത്രമല്ല, വഴിയിലെ അപകടങ്ങൾ എന്തൊക്കെയാണ്, ദ ഡേഞ്ചേഴ്സ് ഓൺ ദ വേ, അതിനെക്കുറിച്ച് അറിയാം. ഇന്ന സ്ഥലത്തെത്തുമ്പോൾ എല്ലാവരും ഒച്ചയൊന്നും ഉണ്ടാക്കാതെ ഇരുന്നോളണം. ഇവിടെ കുറേ കള്ളന്മാരൊക്കെ ഉള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ കാട്ടാനകൾ ഇറങ്ങുന്ന സ്ഥലമാണ്, ഇവിടെ ഒത്തിരി അപകടങ്ങൾ നടക്കുന്ന ഒരു ആക്സിഡൻറ്റ് പ്രോൺ ഏരിയയാണ്, അതുകൊണ്ട് എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുക. ഇതൊക്കെ പറയാൻ ഒരു ഗൈഡിനെ സാധിക്കും. ആൻഡ് ഓൾസോ ഹി നോസ് ദ ടൈമിങ്, എത്ര നേരം എടുക്കും അവിടെ എത്താൻ. ഇതിനെക്കുറിച്ചെല്ലാം വിവരമുള്ള ഒരാളാണ് ഗൈഡ്. സോ ദ ഹോളി സ്പിരിറ്റ് സീസ് വാട്ട് വി കനോട്ട് സീ ആൻഡ് നോസ് വാട്ട് വി ഡു നോട്ട് നോ. നമുക്കറിയാത്തത് അറിയാവുന്ന, അതുപോലെ നാം കാണാത്തത് കാണുന്നവനാണ് പരിശുദ്ധാത്മാവ്. പതിയിരിക്കുന്ന അപകടങ്ങൾ, ഹിഡൻ ഡേഞ്ചേഴ്സ്, അതുപോലെ ശത്രുക്കളുടെ ഗൂഢാലോചനകൾ, പ്ലോട്ടുകൾ, നമുക്കെതിരെയുള്ള തന്ത്രങ്ങൾ, ഇതെല്ലാം പരിശുദ്ധാത്മാവെന്നറിയാം. യെശയ്യാവിൻ്റെ പുസ്തകം 48:17, Isaiah 48 verse number 17, I am the Lord your God who teaches you what is best for you. എൻ്റെ ട്രാൻസ്ലേഷൻ പറയാം, നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താണോ അത് ഉപദേശിച്ച് തരുന്ന, അത് നിങ്ങളെ പഠിപ്പിക്കുന്ന ദൈവമായ കർത്താവാകുന്നു ഞാൻ. പലതും നമുക്ക് അറിഞ്ഞുകൂടാ. എല്ലാം എനിക്കറിയാമെന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ തീർന്നു, അതോടെ ജീവൻ തീർന്നു. അതോടെ ബോൺസായി മാറുകയാണ്. നമുക്കിൻ്റെ വളർച്ചയില്ല. എന്നാൽ കർത്താവ്, എനിക്കൊന്നും അറിയില്ല, എനിക്ക് അറിയണമെന്നുണ്ട്, ജ്ഞാനം വേണം, എന്നെ പഠിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ കർത്താവ് ചെയ്യും. Psalm 32 and verse number 8. സങ്കീർത്തനങ്ങൾ 32:8, I will instruct you and teach you in the way you should go. നീ പോകേണ്ടുന്ന വഴിയിൽ ഞാൻ നിന്നെ ഉപദേശിച്ച് നിർദ്ദേശിച്ച് വഴി നടത്തും. നീ പോകേണ്ടുന്ന വഴിയിൽ ഞാൻ നിന്നെ വഴി നടത്തും. റോമലേഖനം 8:14 വായിക്കുമ്പോൾ, those who are led by the Spirit of God are the children of God. അവിടെ എന്താ പറയുന്നത്? ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാവും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവത്താൽ നയിക്കപ്പെടണം, ദൈവത്താൽ വഴി നടത്തപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഇപ്പോൾ തന്നെ നിൻ്റെ ആ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് ഇടുക, ഐ വാണ്ട് ടു ബി ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്.
പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓരോ നിമിഷവും എനിക്കാഗ്രഹമുണ്ട് പരിശുദ്ധാത്മാവ് എന്നെ വഴി നടത്തും. കാരണം പറയാം, വഴി തെറ്റില്ല, ടൈം വേസ്റ്റ് ആവില്ല. ഡിറ്റൂർ പോയി കഴിഞ്ഞാൽ കുറേ സമയമെടുക്കും തിരിച്ച് ആ റൂട്ടിലേക്ക് വരാൻ. എനിക്കങ്ങനെ കളയാൻ എൻ്റെ ആയുസ്സിൽ സമയമില്ല. പോയത് പോട്ടെ, ഇനിയെങ്കിലും തുള്ളനും ഒട്ടുക്കിളിയും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരമായി തരാൻ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സാധിക്കും. Now, listen to this. The Christian life is not merely following principles, it is following a person. മതങ്ങളെല്ലാം ചില തത്വങ്ങളെ അടിസ്ഥാനമാക്കി, ഇറ്റ് കുഡ് ബി വാല്യൂ സിസ്റ്റംസ്, ചില മൂല്യങ്ങൾ, ധാർമ്മിക തത്വങ്ങൾ, ഇതിൻ്റെയൊക്കെ ബേസിലാണ് മതങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ക്രിസ്തീയത പ്രവർത്തിക്കുന്നത് വാല്യൂ സിസ്റ്റത്തിൻ്റെ മേലല്ല, വാല്യൂ സിസ്റ്റം ഇല്ലെന്നുമല്ല, പകരം ഒരു വ്യക്തിയെയാണ് ഫോളോ ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞ ഐ ആം ദ വേ, ഞാനാകുന്നു വഴി എന്ന് യേശു പറഞ്ഞെങ്കിൽ പരിശുദ്ധാത്മാവ് എന്താണ്? ഹീസ് ദ ഗൈഡ്. ആ വഴിയിലൂടെ, യേശുവാകുന്ന വഴിയിലൂടെ കൊണ്ടുപോകുന്ന ഗൈഡ് ആരാണ്? വഴികാട്ടി പരിശുദ്ധാത്മാവാണ്. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യുക, യേശു വഴിയും പരിശുദ്ധാത്മാവ് വഴികാട്ടിയുമാണ്. ഒന്ന് ടൈപ്പ് ചെയ്തിട്ടെ പെട്ടെന്ന്. ജീസസ് ഈസ് ദ വേ വിത്ത് ക്യാപിറ്റൽ W. ജീസസ് ഈസ് ദ വേ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ദ ഗൈഡ് who will lead us through the way. പെട്ടെന്ന് ടൈപ്പ് ചെയ്തിട്ടെ. That is amazing. ഹായ്, ഒരു വിശേഷ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഈ വർഷത്തെ, അതായത് 2026 ജനുവരി 1 തീയതിയിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പം ഒത്തിരി ദൈവികമായ ആരാധനയിലൂടെ നമ്മൾ കടന്നുപോയപ്പോഴൊക്കെ ഒരു പുതിയ ഗിഫ്റ്റൊക്കെ വേണമെന്ന് പലരും പ്രാർത്ഥിച്ചിരുന്നു. അന്ന് ബ്ലെസ്സിങ് ടുഡേ എന്ന് പലരുടെയും കയ്യിൽ കിട്ടിയ ഒരു ഗിഫ്റ്റാണ് ഈ കാണുന്നത്. ദ ഇയർ ഓഫ് ദ സൂപ്പർ നാച്ചുറൽ 2026 എന്ന പേരിൽ കാണുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള ഡയറി. ഈ ഒരു ഡയറിയിൽ നിന്ന് ഓരോ മാസവും പ്രത്യേകമായിട്ടുള്ള ഒരു തീമിനെ ആസ്പദമാക്കിക്കൊണ്ട് ബ്രദർ ഡാമിയൻ സംസാരിക്കും. ഓരോ ദിവസവും അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു തീം വേഴ്സ് നൽകി അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തതിൻ്റെ 6 മാസം ഇന്ന് തികയാണ്. എന്താ അല്ലേ, കഴിഞ്ഞ 6 മാസമായിട്ട് ഇതിലൂടെ പല ആളുകളും ജൈത്രയാത്ര നടത്തിയിരുന്നു. ഈ ഒരു ജൈത്രയാത്രയിൽ ഓരോ ദിവസവും മുടങ്ങാതെ ഇതിൻ്റെ നോട്ട്സുകളെല്ലാം, ബ്ലെസ്സിങ് ടുഡേയുടെ മോർണിംഗ് ഗ്ലോറിയിൽ വന്നിട്ടുള്ള നോട്ട്സുകളെല്ലാം ഭംഗിയായിട്ട് എഴുതിയിട്ടുള്ളവരും അതുപോലെ തന്നെ മറ്റുള്ളവരെ പഠിപ്പിച്ചിട്ടുള്ളവരും മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്തിട്ടുള്ളവരും ഒക്കെ ഉണ്ട്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടായിരിക്കും. ഈ കഴിഞ്ഞ 6 മാസത്തെ ഈ ഒരു യാത്രയിൽ, ഈ ഒരു ജൈത്രയാത്ര എന്ന് വേണമെങ്കിൽ പറയാം, ഈ ഒരു യാത്രയുടെ ഇടയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ വലിയ അത്ഭുതങ്ങൾ, അനുഭവങ്ങൾ, ഒരുപക്ഷെ നിങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെച്ചപ്പോൾ അവർക്കുണ്ടായിട്ടുള്ള അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടായിട്ടുള്ള അനുഗ്രഹങ്ങൾ, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാനായിട്ടൊരു താല്പര്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 മിനിറ്റ് താഴെയുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരാൻ സാധിക്കും. അതുമല്ലെങ്കിൽ ഒരുപക്ഷെ 1 മിനിറ്റ് താഴെയുള്ള ഒരു ഓഡിയോ മെസ്സേജ് നിങ്ങൾക്ക് അയച്ചു തരാൻ സാധിക്കും. എന്താണ് ഈ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റം, അത് ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് താല്പര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ അങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ അയക്കുക. എനിക്കൊന്ന് ഏറ്റവും മനോഹരമായിട്ട് മറ്റുള്ളവരെയൊക്കെ സ്വാധീനിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ഒരു ടെസ്റ്റ് മണി വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു സമ്മാനം ഞങ്ങൾ തരാതിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വേഗത്തിൽ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങളത് ചെയ്യുക. ഒരു കാര്യം കൂടെ പ്രത്യേകിച്ച് പറയുകയാണ്, ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ അത് അവിടെ കൂടെ അപ്ലോഡ് ചെയ്യുക. അനേകർ അത് കാണട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ എനിക്കൊന്ന് കഴിഞ്ഞ 6 മാസമായിട്ട് ഇത് എഴുതിയവരുണ്ട്. ഇനി ഒരു 6 മാസം കൂടി നമ്മുടെ മുന്നിലുണ്ട്. നോട്ട്സ് കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക. എനിക്കൊന്ന് 31 തീയതി വൈകിട്ട് വരുമ്പോൾ ഒരുപക്ഷെ പാസ്റ്റർ ഡാമിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ വീഡിയോ ഓഡിയോ ഷൂട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി അയക്കുക. Number 2, God's guidance is often progressive. ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം അല്ലെങ്കിൽ വഴികാട്ടൽ പുരോഗമനോന്മുഖമായിട്ടാണ്. കുറേശ്ശെ പുരോഗമിച്ച് അഡ്വാൻസ് ചെയ്ത് പോകുന്നൊരു സിസ്റ്റമാണ് ദൈവത്തിൻ്റെ വഴികാട്ടൽ. Because the Spirit usually reveals the next step before He reveals the entire journey. പരിശുദ്ധാത്മ പലപ്പോഴും മൊത്തം വഴി എന്താണെന്ന് പറയണമെന്നില്ല, പകരം അടുത്ത സ്റ്റെപ്പ് ഏതാണെന്ന് പറയും. ഇതാണ് ദൈവത്തിൻ്റെ ഒരു രീതി. അബ്രഹാം പുറപ്പെട്ട സമയത്ത് സത്യം പറഞ്ഞാൽ ഒരു ചെറിയൊരു ഐഡിയ മാത്രമേ ഉള്ളൂ. ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശം എന്ന് മാത്രമേ, ഞാൻ കാണിച്ചിട്ടില്ല,
ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ഒരു ദേശം, ഒരു ലാൻഡ് ഞാൻ നിന്നെ കാണിക്കും, അങ്ങോട്ടങ്ങ് വിട്ടോളാൻ പറഞ്ഞു. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക. അത് ഏതാണ് കർത്താവേ? ലൊക്കേഷൻ മാപ്പോ റൂട്ടോ വഴിയോ ലെഫ്റ്റ് റൈറ്റ് എത്ര കിലോമീറ്റർ ഒന്ന് പറയാമോ? മോനെ നീ ഇപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞുതരാം, അത് കഴിയുമ്പോൾ അടുത്തത് പറഞ്ഞുതരാം. ഇങ്ങനെ മാത്രമേ ദൈവം വഴി നടത്തൂ. മൊത്തം റൂട്ട് മാപ്പ് തരണമെന്നില്ല. അങ്ങനെ കാലെടുത്ത് വെക്കുന്നതിന് പേരുണ്ട്. ആർക്കെങ്കിലും പറയാമോ? ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? ഇങ്ങനെ കാലെടുത്ത് വെക്കുന്നതിൻ്റെ പേരെന്താണ്? വിശ്വാസത്തിൻ്റെ കാൽച്ചുവടുകൾ. Because we don't know what is going to happen later, but we know only the next step, the immediate step. ഈ ഫിലിപ്പോസ് എന്ന് പറയുന്നൊരു സുവിശേഷകനുണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിൽ നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോൾ ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന കൂട്ടത്തിൽ തൻ്റെ പേരും ഉണ്ടായിരുന്നു. നോമിനേറ്റ് ചെയ്ത് താനും ഡീക്കനായി കുറേ നാൾ കഴിഞ്ഞ് ഒരു ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് 7-ാം അധ്യായത്തിലാണ് പരിശുദ്ധാത്മാവ് രാവിലെ ഒരുപക്ഷെ മോർണിംഗ് പ്രേയറിലിരിക്കുന്ന സമയത്ത്, നിങ്ങളൊക്കെ ഇങ്ങനെ മോർണിംഗ് ഗ്ലോറി കണ്ടിരിക്കുന്ന പോലെ പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉള്ളിൽ പറയുക, ഫിലിപ്പ്, പരിശുദ്ധാത്മാവ് ഉള്ളിൽ സംസാരിച്ചിട്ട് പറഞ്ഞു, നീ പെട്ടെന്ന് റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങി ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. നിർജ്ജന പ്രദേശം എന്ന് പറഞ്ഞാൽ ആരുമില്ലല്ലോ. ആരുമില്ലാത്തടത്ത് ഞാൻ എന്ത് ശുശ്രൂഷിക്കാൻ? മോനെ നീ പോ. ഒരു സ്റ്റെപ്പേ പറഞ്ഞു. അവിടെ എന്താണ്, ആരോടാണ്, എന്താണെന്നൊന്നും അറിയാതെ ആളിറങ്ങി പുറപ്പെട്ടു. പക്ഷെ പോയപ്പോഴാണ് ഒരു രഥം ഇങ്ങനെ വരുന്നു. രഥത്തോട് ചേർന്ന് നടക്കാൻ പറയുന്നു. ചേർന്ന് നടക്കുന്നു. അപ്പോഴാണ് ഒരു പുള്ളി അതിൻ്റെ അകത്തിരിക്കുന്നു. വായിക്കൂ. അങ്ങനെ എത്യോപ്യയിലെ രാജ്ഞിയുടെ ഫൈനാൻസ് മിനിസ്റ്ററായിരുന്ന ആ മനുഷ്യനോട് തേരിൽ കയറാൻ പറഞ്ഞപ്പോൾ കയറിയിരുന്ന് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ആ ഭാഗമെടുത്ത് 53-ാം അധ്യായത്തിൽ നിന്നൊക്കെയുള്ള ഭാഗങ്ങളെടുത്ത്, ഇതാണ് കുറച്ച് നാൾ മുമ്പ് ഇവിടെ നടന്ന സംഭവം, ഇത് അതുപോലെ തന്നെ ഇവിടെ സംഭവിച്ചു. അതെങ്ങനെയാ? യേശു, നസറേത്തിൽ നിന്നുള്ള യേശു, ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്നാനപ്പെടണ്ടേ? സ്നാനപ്പെടാം. വെള്ളമുണ്ടല്ലോ. സ്റ്റോപ്പ് വണ്ടി നിർത്തി. സ്നാനം നടക്കും. ആദ്യം കിട്ടിയ ഗാഡി ഇത് വല്ലതും രാവിലെ കിട്ടിയോ? ഓനോ, ആകെ കിട്ടിയത് ഇവിടുന്ന് പോകാനാണ് പറഞ്ഞു. അവിടുന്ന് സ്റ്റെപ്പ് എടുത്തപ്പോൾ അടുത്ത ഇതിനാണ് പറയുന്നത്, ഗോഡ് വിൽ ലീഡ് us or guide us progressively. അങ്ങനെ മാത്രമേ ദൈവം ചെയ്യുള്ളൂ. എല്ലാം കൂടി കർത്താവ് വെളിപ്പെടുത്തില്ല. ഇപ്പം പറയുന്ന അനുസരിക്കുക, അത് കഴിയുമ്പോൾ അടുത്തത് പറയും. ഹീബ്രൂസ് 11:8 എന്ന് വായിച്ചു നോക്കിയേ. എബ്രായ ലേഖനം 11:8 Abraham obeyed and went. അബ്രഹാം ഇതുപോലെ തന്നെ അനുസരിച്ച് പുറപ്പെട്ടു. Even though he did not know where he was going. എവിടെ പോകുന്നു എന്നറിയാതെയാണ് അവൻ പുറപ്പെട്ടത്. രാവിലെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ബാഗ് പാക്ക് ചെയ്യാൻ പറയുന്നു. ബാഗ് പാക്ക് ചെയ്ത് സൂട്ട് കേസിലെല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു, ഡ്രസ്സ് എടുത്തു, ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങി. എങ്ങോട്ടാ പോകുന്നത്? അപ്പോൾ പോകുന്ന വഴിക്ക് ഗേറ്റ് കഴിഞ്ഞപ്പോൾ എവിടെ പോകുന്നു? ഡോണ്ടോ. കഥ പറഞ്ഞു, ഞാൻ പുറത്തിറങ്ങി. പോയല്ല, കുറേ ആളായി പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങിയിട്ട്. എല്ലാം പോയെന്ന് തോന്നുന്നു, ഔട്ടായോ എന്ന ആളുകൾ ചോദിക്കും. ഇതുപോലൊരു സിറ്റുവേഷൻ അബ്രഹാം എല്ലാം കെട്ടിപ്പുറക്കി ഭാണ്ഡങ്ങളൊക്കെ ഇട്ട് പോവുക. എവിടെ പോകുന്നു? അതറിയില്ല. അബ്രഹാമിന് ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് മെസൊപ്പൊട്ടേമിയയിൽ വളരെ നല്ല സിവിലൈസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത്, ടൗൺഷിപ്പുള്ള സ്ഥലത്ത് ഇഷ്ടികയിൽ തീർത്ത് 2 നിലയുള്ള വലിയ വീട്ടിൽ താമസിക്കുക. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതാണ് അവിടെ എക്സ്കവേറ്റ് ചെയ്തപ്പോൾ മനസ്സിലായത്. അവിടെയുള്ള സിഗുറാട്സും എല്ലാം വളരെ ഡെവലപ്ഡ് ആയിരുന്നു. കൺസ്ട്രക്ഷൻ എല്ലാം. അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് ടെൻറ്റ്, കൂടാരം മാറ്റി അടിച്ച് ഇങ്ങനെ പോവുക. അപ്പോൾ ആളുള്ളത്, നമ്മുടെ നാട്ടിൽ അവറാച്ച എന്താ, എവിടെ പോവുക? അതറിയില്ല. അതെന്നോട് ചോദിക്കുക. ആര് പറഞ്ഞു? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഒരു സ്ഥലം കാണിച്ചു തരാം, അത് തലമുറകളായിട്ട് സ്വന്തമായിട്ട് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവറാച്ച എന്ത് ഈ ഭക്തി പറഞ്ഞു അവസാനം ഒരു ലക്ഷ്യമില്ലാതെ ഇങ്ങനെ തേരാപ്പാര നടക്കുന്നൊരു ജീവിതമായിട്ട് മാറിയോ? എല്ലാം കെട്ടിപ്പുറക്കി തിരിച്ചു പോകും എന്ന് പലരും പറഞ്ഞു കാണും. പറഞ്ഞത് അങ്ങനെയൊന്നും ബൈബിളിൽ കേട്ടോ. ഞാൻ ഈ മനസ്സിലാക്കാൻ വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് വിശദീകരിച്ചതാണ്. ഇനി അപ്പോസ്തല പ്രവൃത്തികൾ 8:29 എഴുതി വെക്കുക. അവിടെയാണ്
ഫിലിപ്പോസിനോട് പരിശുദ്ധാത്മാവ് പറയുന്നത് ഗോ ടു ദാറ്റ് പ്ലേസ് ചാരിയറ്റ്. അതിനോട് 119 സങ്കീർത്തനം 105 വചനത്തിൽ യുവർ വേർഡ് ഈസ് എ ലാമ്പ് ഫോർ മൈ ഫീറ്റ്. നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് പ്രകാശമാവും, ഒരു ടോർച്ചാവും. ഗോഡ്സ് ഗൈഡൻസ് ഈസ് ഓഫ്റ്റൻ ഇനഫ് ഫോർ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് നോർ ഫോർ ദ നെക്സ്റ്റ് 10 years. ഒരു പക്ഷേ അടുത്ത 10 വർഷത്തേക്കുള്ള കാര്യങ്ങൾ മെറ്റിക്കുലസ് ആയ ദൈവം പറയണമെന്നില്ല. ഒരു ബ്രോഡ്ലി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തന്നിരിക്കും. പക്ഷേ അടുത്തടുത്ത ചുവടുകളാണ് കൃത്യതയോടെ, ക്ലാരിറ്റിയോടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത്. രാത്രി വണ്ടി ഓടിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? ബൈക്കോ കാറൊക്കെ ഓടിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? ഒരു ഹെഡ്ലൈറ്റ് ഉണ്ടല്ലേ? ഹെഡ്ലൈറ്റ് നോർമലി 2 ലെങ്ത്തിലുള്ള ബീമുകളാണുള്ളത്. ഒന്ന് ഷോർട്ട് ബീം, 2 ലോങ് ബീം. പിന്നെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ബട്ടണൊക്കെ ചില വണ്ടികളിൽ കാണും. ഇപ്പം ഈ രാത്രി വണ്ടി ഓടിക്കുന്ന സമയത്ത് ഹെഡ്ലൈറ്റ് ഇട്ടാൽ ആദ്യം ഷോർട്ട് ബീം എന്ന് പറയുമ്പോൾ ഈ ഗട്ടറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കാണാം. എന്നാൽ എതിരെ വണ്ടി ഇല്ലാത്ത സമയത്ത് നമ്മൾ ലോങ് ബീമിലിട്ടാൽ കുറച്ചുകൂടി ദൂരെ കാണും. കുറച്ചെന്നുണ്ടെങ്കിൽ എത്ര ദൂരെ കാണും? കുറേ മീറ്ററുകൾ, അത്രേ ഉള്ളൂ. അതല്ലാതെ എത്താനുള്ള സ്ഥലം വരെ ഈ ലൈറ്റ് അടിക്കൂ? ഇല്ല. പക്ഷെ അത് മതി ലക്ഷ്യത്തിലെത്താൻ. ഇത്രയും ഭാഗം കണ്ടാൽ തന്നെ അതനുസരിച്ച് ഡ്രൈവ് ചെയ്ത് വിശ്വാസത്തിലൊക്കെ പോയാൽ മതി. കറക്റ്റ് റൂട്ടാണെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കും. ഇതാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തൊക്കെ കാണണം, എന്തൊക്കെ അറിയണം, അത് മാത്രം അറിഞ്ഞു പോവുക. എൻ്റെ പേരെന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാഴ്ചയാലല്ല വിശ്വാസത്താലുള്ള ചൂടുകൾ. That's it. Number 3, the spirit guides through truth. സത്യത്തിലൂടെയാണ് പരിശുദ്ധാത്മാവ് വഴികാട്ടുന്നത്. ഈ വഴികാട്ടി ഗൈഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവ് നമ്മളെ വഴികാട്ടുന്നത് എങ്ങനെയാണ്? സത്യത്തിലൂടെ മാത്രം. അതുകൊണ്ടാണ് യേശു പരിശുദ്ധാത്മാവിനെ വിളിച്ച പേരാണ് ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ ആത്മാവ്. എല്ലാവരും ഒന്ന് പറഞ്ഞ്, ഇഷ്ടപ്പെട്ടെങ്കിൽ. എനിക്കിഷ്ടം, ഭയങ്കര ഇഷ്ടം. ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ കമൻറ്റ് സെക്ഷനിൽ, ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ ആത്മാവ്. നോട്ട്ബുക്കിൽ എഴുതുക, സത്യത്തിൻ്റെ, വാഗൊണ്ട് പറയുക, സത്യത്തിൻ്റെ ആത്മാവ്. ഈ ആത്മാവാണ്. അതിൻ്റെ അർത്ഥം ഈ ആത്മാവിന് സത്യത്തിലൂടെ മാത്രമേ, അതായത് ഈ ആത്മാവ് മുമ്പിൽ വച്ചിരിക്കുന്ന റെയിൽവേ പാളം എന്ന് പറയുന്നത് എന്താണ്? സത്യത്തിൻ്റെ പാളങ്ങളാണ്. അതിലൂടെ മാത്രമേ നമ്മളെ കൊണ്ടുപോകൂ. അസത്യത്തിലേക്ക് ഒരിക്കലും ഈ ആത്മാവ് നമ്മളെ കൊണ്ടുപോകില്ല. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ, നടത്തപ്പെടുന്നവർ എപ്പോഴും മനസ്സിലാക്കേണ്ടത് സത്യത്തിലൂടെ മാത്രമേ നമ്മെ വഴി നടത്തുകയുള്ളൂ. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വചനമാണ് സത്യം. The Holy Spirit never guides contrary to Scripture. വചനത്തിന് വിരുദ്ധമായി പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മെ വഴി നടത്തുകയില്ല. അതുകൊണ്ടാണ് വചനം നന്നായി നമ്മൾ മനസ്സിലാക്കണം. നടത്തിപ്പുകൾ ഉള്ളിൽ വരുമ്പോൾ ഇത് പരിശുദ്ധാത്മാവിൽ നിന്നാണോ, അതോ നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ നിന്നാണോ, അതോ ഏതെങ്കിലും ദുരാത്മാക്കളിൽ നിന്നാണോ അകത്തീ പ്രേരണ വരുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ വചനം, സത്യം നന്നായി മനസ്സിലാക്കിയിരിക്കണം. ചില സമയത്ത് ഹി മേ ഗൈഡ് വെരി സ്പെസിഫിക്കലി, വളരെ സ്പഷ്ടതയുള്ള സ്പെഷ്യലായ ചില കാര്യങ്ങൾ പറഞ്ഞെന്നിരിക്കും. ബട്ട് ഹി നെവർ കോൺട്രഡിക്ട്സ് വാട്ട് ഗോഡ് ഹാസ് ഓൾറെഡി സ്പോക്കൺ. എന്നാൽ കർത്താവ് ഓൾറെഡി സംസാരിച്ചിട്ടുള്ള സത്യങ്ങളിൽ നിന്നും മാറി പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മെ വഴി നടത്തുകയില്ല. വചനങ്ങൾ കുറിച്ച് വെക്കുക. 2 തിമോത്തിയോസ് 3:16, ഓൾ സ്ക്രിപ്ചർ ഈസ് ഗോഡ് ബ്രീത്ഡ്. തിരുവെഴുത്തുകളെല്ലാം ദൈവശ്വാസീയമാണ്. 143 സങ്കീർത്തനം 10 വചനത്തിൽ, മേ യുവർ ഗുഡ് സ്പിരിറ്റ് ലീഡ് മീ ഓൺ ലെവൽ ഗ്രൗണ്ട്. ദൈവമേ, നിരപ്പായ പാതയിൽ അഥവാ ശരിയായ പാതയിൽ നിന്റെ നല്ല ആത്മാവ് എന്നെ നടത്തണമേ. കൊലോസ് ലേഖനം 3:16, let the word of Christ dwell in you richly. സത്യത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ അകത്ത് വളരെ ധാരാളമായി, സമ്പന്നമായി വസിക്കട്ടെ എന്നവിടെ എഴുതി കാണുന്നു. സോ മെനി പീപ്പിൾ സീക്ക് സൂപ്പർ നാച്ചുറൽ ഡയറക്ഷൻ വൈൽ നെഗ്ലക്റ്റിംഗ് ഗോഡ്സ് റിട്ടൺ വേർഡ്. എഴുതപ്പെട്ട തിരുവെഴുത്തുകളെ അവഗണിച്ചുകൊണ്ട് അസാധാരണമായ ചില ഡയറക്ഷനുകൾ ഉണ്ടാകാൻ വേണ്ടിയാണ് പലപ്പോഴും ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ അത് കർത്താവ് ഒരിക്കലും ചെയ്യില്ല. എഴുതപ്പെട്ട വചനം അഥവാ ബൈബിൾ അടിസ്ഥാനമാണ്, ആധാരമാണ്, അതൊരു പാതയാണ്, നീതിയുടെ പാതയാണ്, ജീവൻ്റെ മാർഗമാണ്. അതിലൂടെ അല്ലാതെ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുകയില്ല.
ഇതിനൊരു കാരണമുണ്ട്. ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ് ഹു ഇൻസ്പയർഡ് ദ സ്ക്രിപ്ചർ. തിരുവെഴുത്തുകളെ എഴുതാൻ ഉള്ള ഇൻസ്പിറേഷൻ കൊടുത്തത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അങ്ങനെയെങ്കിൽ ദ സെയിം സ്പിരിറ്റ് വിൽ ഓൾവേസ് ഓണർ സ്ക്രിപ്ചേഴ്സ്. താൻ എഴുതിയ തിരുവെഴുത്തിനെ ആദരിക്കാതെ മറ്റു മാർഗങ്ങളിൽ പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മെ വഴി നടത്തുകയില്ല. The last one, number 4, guidance requires sensitivity and obedience. ഈ മാർഗനിർദ്ദേശം അല്ലെങ്കിൽ വഴികാട്ടൽക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഭാഗത്ത് നിന്നുള്ള സൂക്ഷ്മമായ ഒരു വിവേചനക്ഷമതയും അപ്പോൾ തന്നെ അനുസരണവുമാണ്. സെൻസിറ്റിവിറ്റി മനസ്സിലായില്ല, പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് മനസ്സിലാക്കുവാനുള്ള ക്ഷമത, അതും ഒബീഡിയൻസും. സെൻസിറ്റിവിറ്റി ആൻഡ് ഒബീഡിയൻസ്. സോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗങ്ങൾക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഭാഗത്ത് നിന്നുള്ള വേഗത്തിൽ അവൻ്റെ ശബ്ദം തിരിച്ചറിയുവാനുള്ള കഴിവും അതുപോലെ അനുസരണവുമാണ്. Guidance is not merely hearing God's voice, it is responding to it in the right way. അപ്പോൾ ഈ ഗൈഡൻസ് നടത്തിപ്പ് നിയോഗം എന്നൊക്കെ പറയുന്നത് ചുമ്മാ വചനം കേൾക്കുന്നതല്ല. ഇന്ന് കർത്താവിനോട് സംസാരിച്ചു, ഇന്നലെ കർത്താവിനോട് സംസാരിച്ചു, കഴിഞ്ഞ ഞായറാഴ്ച കർത്താവിനോട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച് കേൾക്കുന്നത് മാത്രമല്ല, കേട്ടനുസരിച്ച് ഫോളോ ചെയ്യുന്നത് കൂടെ ഇതിനകത്തുണ്ട്. പരിശുദ്ധാത്മാവ് സാധാരണ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ചില സമയത്ത് ഒരു പ്രോംപ്റ്റ് തരും, അകത്ത് ഒരു പ്രേരണ. ചില സമയത്ത് വാർണിംഗ് തരും. ഡോണ്ട് ടേൺ ദാറ്റ് സൈഡ്, ഡോണ്ട് സ്പീക്ക് ടു ദാറ്റ് പേഴ്സൺ, കട്ട് ദാറ്റ് റിലേഷൻഷിപ്പ്. പരിശുദ്ധാത്മാവ് അകത്ത് ഇങ്ങനെ വാർണിംഗ് തരും. അതുപോലെ റീഡയറക്റ്റ് ചെയ്യും. ആ വഴിക്കല്ല മോനെ പോകേണ്ടത്, ഈ വഴിക്കാണ്, അകത്ത് സംസാരിക്കും. ഓർ ഇംപ്രസ് സംതിങ് അപ്പോൺ ദ ഹാർട്ട്. ഹൃദയത്തിനകത്തൊരു ഉൾപ്രേരണ പോലെ ഒക്കെയാണ് പരിശുദ്ധാത്മാവ് നിയോഗങ്ങളും ഒക്കെ തരുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 16:6-7 വചനങ്ങളിൽ ദ ഹോളി സ്പിരിറ്റ് പ്രിവെന്റഡ് പോൾ ഫ്രം എൻറ്ററിങ് സർട്ടൻ റീജിയൻസ്. പൗലോസിന് ഭയങ്കര ആഗ്രഹം ഇന്ന സ്ഥലത്തേക്ക് പോയി സുവിശേഷം പറയണം. പക്ഷെ പരിശുദ്ധാത്മാവ് ആസിയയിൽ പോകരുത്, പിന്നെ അടുത്തത് ബിഥുന്യ എന്നത് പറയുന്ന സ്ഥലമാണ്, ഇവിടെയൊക്കെ പോകരുതെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് അവിടെയുള്ള ആളുകൾ രക്ഷിക്കപ്പെടരുതെന്നല്ല. That was not the right time. I will open ways. Wait എന്നാണ് അതിൻ്റെ അർത്ഥം. 1 ശമൂവേൽ 15:22 To obey is better than sacrifice. യാഗങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് അനുസരിക്കുന്നത്. യാക്കോബ് 1:22 Do not merely listen to the word, do what it says. വചനം കേൾക്കുക മാത്രമല്ല, അത് ചെയ്യുന്നവരുമായിരിപ്പിൻ. തിരുവരു വചനം കേൾക്കുന്നുണ്ട്, പക്ഷെ അനുസരിക്കുന്നവർ കുറവാണ്. So the clearest guidance often comes to the most obedient hearts. നന്നായി അനുസരിക്കുന്ന ഹൃദയങ്ങളുള്ളവർക്കാണ് ഏറ്റവും വ്യക്തമായ നിയോഗങ്ങൾ ദൈവത്തിൽ നിന്നും ലഭിക്കുന്നത്. അപ്പം ഇവിടെ എനിക്കിന്ന് ഉപസംഹരിച്ച് നിങ്ങളോട് എല്ലാവരോടും ഇന്നത്തെ മോർണിംഗ് ഗ്ലോറിയിൽ പറയാനുള്ള ചില കാര്യങ്ങൾ. ദൈവത്തിന് മുമ്പിൽ ഓടരുത്. തുടക്കകാലത്ത് ഞാൻ ഭയങ്കര എടുത്തിയാട്ടക്കാരനായിരുന്നു. ഇപ്പോഴും തീരെ കുറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു, ഇടയ്ക്കൊക്കെ ഉണ്ട്. എടുത്തിയാട്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര തിരക്കാണ്, ഭയങ്കര സ്പീഡാണ്. അപ്പോൾ ഒരു ദേവദാസൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ഡാമിയൻ, ദൈവത്തിൻ്റെ മുമ്പിൽ ഓടല്ലേ, ദൈവത്തിൻ്റെ മുമ്പിൽ ഓവർടേക്ക് ചെയ്ത് ഓടല്ലേ. ഇപ്പോൾ നമ്മളൊരാൾ ഓടിക്കൊണ്ടിരിക്കുക, അതിൻ്റെ മുമ്പിൽ ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ ഓടിയാൽ, അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഓടിയാൽ എങ്ങനെ സംഭവിക്കും? ഇന്ന് ഞാൻ ഓർക്കും, ദൈവത്തിൻ്റെ മുമ്പിൽ ഓടല്ലേ, ദൈവത്തിൻ്റെ പുറകെ പോയാൽ മതി എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്പീഡിൽ പോയാൽ മതി. അതുപോലെ അടുത്തൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, പരിശുദ്ധാത്മാവ് നിയോഗങ്ങൾ തരുന്നത് വളരെ സ്മോൾ സ്റ്റിൽ വോയിസിലൂടെയാണ്. പരിശുദ്ധാത്മാവ് ഒരിക്കലും ഒച്ച വെക്കുകയില്ല. പരിശുദ്ധാത്മാവ് സാധാരണ രീതിയിൽ ഇടിവെട്ടുന്നത് പോലെ സംസാരിക്കില്ല. പരിശുദ്ധാത്മാവ് വിസ്പർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെ? അകത്ത്. ഓഡിബിൾ വോയിസിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് കുറവാണ്, വളരെ റെയറാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതനുസരിച്ച് അവരുടെ ആയുസ്സിൽ 1-2 പ്രാവശ്യമൊക്കെ ഓഡിബിൾ വോയിസിൽ കേട്ടിട്ടുള്ളൂ. ബാക്കി സമയങ്ങളിലെല്ലാം അകത്ത്, ഹൃദയത്തിനകത്ത് ഒത്തിരി ചിന്തകളിങ്ങനെ, തോട്ട് ഫാക്ടറി ആണല്ലോ നമ്മൾ, ഇങ്ങനെ ചിന്തകളിങ്ങനെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലൂടെ പരിശുദ്ധാത്മാവ് ചിന്തകൾക്കകത്തേക്ക് തൻ്റേതായ ചില തോട്ട്സ് ഇട്ട് തരും. അതാണ്
ദ പ്രോംപ്റ്റിംഗ് ഓർ ഇൻസ്പിറേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇത് വിവേചിച്ച് മനസ്സിലാക്കണമെങ്കിൽ അത്രത്തോളം സെൻസിറ്റിവിറ്റി നമുക്ക് ആവശ്യമാണ്. അത് പലപ്പോഴും പലർക്കും ഇല്ല, അതുകൊണ്ട് മിസ് ചെയ്യും. സത്യം നമ്മൾ സത്യത്തിൻ്റെ ബേസ് നമ്മളുള്ളപ്പോഴാണ് പരിശുദ്ധാത്മാവിനതിലൂടെ, അതായത് ആദ്യം പാളമുണ്ടെങ്കിൽ മാത്രമേ ട്രെയിൻ അതിലൂടെ ഓടാൻ സാധിക്കൂ. ആ പാളമാണ് സത്യത്തിൻ്റെ പാത. അതിന് വചനം അറിയണം, അതിലൂടെയാണ്. ഞാൻ ഇന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? യേശു വഴിയും പരിശുദ്ധാത്മാവ് വഴികാട്ടിയുമാണ്. രണ്ടുപേരെ നമുക്ക് വേണം. ആൻഡ് ദ ഫാദർ ഈസ് ദ ഡെസ്റ്റിനേഷൻ. കർത്താവ് പറഞ്ഞു, ഞാൻ വഴിയാകുന്നു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, യോഹന്നാൻ 14:6. എന്നിട്ട് പറഞ്ഞു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിലെത്തുന്നില്ല. പിതാവ്, ദ ഫാദർ ഈസ് ദ ഡെസ്റ്റിനേഷൻ. പിതാവാണ് ലക്ഷ്യസ്ഥാനം, ഞാൻ വഴിയാണ്, പരിശുദ്ധാത്മാവ് വഴികാട്ടിയുമാണ്. വാ, 3 പേരുണ്ടെങ്കിൽ ഓക്കെ ആയി. കൈനീട്ടാമോ? കർത്താവേ, ഇന്നത്തെ മോർണിംഗ് ഗ്ലോറിയിലൂടെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിച്ചു. ഇത് കേട്ട, നോട്ട്സ് എഴുതിയ, കമൻറ്റ് സെക്ഷനിലൊക്കെ ടൈപ്പ് ചെയ്തിട്ട് ഇൻട്രാക്ട് ചെയ്ത, വാഗൊണ്ട് പറഞ്ഞ എല്ലാവരെയും ഈ വചനങ്ങൾ ഏറ്റവും അനുഗ്രഹിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് ഉണ്ടാകട്ടെ. ഈ സമയത്ത് നിങ്ങളുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണ്? 3 കാര്യങ്ങൾ ഉള്ളിലിപ്പോൾ യേശുവിനോട് പ്രാർത്ഥിക്കുക. രോഗമാകാം, സാമ്പത്തിക പ്രശ്നമാകാം, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആകാം, ഒരു ബ്രേക്കപ്പ് ആകാം, വളരെ കർത്താവ് ഇവരോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിപ്പോൾ സൗഖ്യമായിട്ട്, പ്രത്യേകിച്ച് ഈ ചെസ്റ്റിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ പെയിനുള്ള ആരെയോ കർത്താവ് സൗഖ്യം, ഇങ്ങനെ കുത്തി വേദനിക്കുന്നു പോലെ ഈ ഭാഗത്ത്, ഇൻ ജീസസ് നെയിം ഹെർണിയ പോലുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഈ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കണ്ടിട്ട് ആ ഭയത്തിലായിരിക്കുന്ന ആരോ, യേശുവിൻ നാമത്തിൽ ആ സ്വപ്നം അങ്ങ് വിട്ടേക്കട്ടോ. ദൈവത്തിൽ നിന്നുള്ള സ്വപ്നമല്ല, അത് വിട്ടേക്കുക. കർത്താവിൻ്റെ കൈ പിടിച്ച് മുന്നിലേക്ക് പോവുക. അതുപോലെ ഈ ശരീരത്തിൽ പിഗ്മെൻറ്റുകളുടെ പ്രശ്നം കൊണ്ടുള്ള എന്തൊക്കെയോ, അതുപോലെ മരുന്നിൻ്റെ റിയാക്ഷൻ മൂലം ഇന്ന് വലിയ പ്രയാസത്തിലൂടെ പോകുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഞാൻ ഈ കൈനീട്ടി പിടിച്ചിരിക്കുന്ന പോലെ നിങ്ങളും കൈനീട്ടുക. നിങ്ങൾക്കായി, നിങ്ങളുടെ കുടുംബത്തിലൊരു അംഗത്തിനായി, മക്കൾക്കായി, കൊച്ചുമക്കൾക്കായി, മരുമക്കൾക്കായി, വിദേശത്തുള്ളവർക്കായി, പഠിക്കാൻ പോയവർക്കായി ഒക്കെ പ്രാർത്ഥിക്കുന്നവരോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. താങ്ക് യു ലോർഡ്, ഇൻ ജീസസ് നെയിം, ആമേൻ. നിങ്ങൾക്ക് കൂടുതൽ പ്രാർത്ഥന വിഷയങ്ങളുണ്ടായിരിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ബ്ലെസ്സിങ് ടുഡേ പ്രെയർ ലൈനിൽ വിളിക്കാം, അല്ലെങ്കിൽ ബ്ലെസ്സിങ് ടുഡേയിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. കർത്താവിൽ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ ടുമോറോ. ബൈ.